ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ചക്കരേനെ ഒരുക്കലാണ് കേട്ടോ. ചക്കരയ്ക്ക് വലിയ ഒരുക്കൊന്നും വേണ്ട, എന്നാലും നമ്മൾ ഒരുക്കും. ഓക്കെ, അപ്പോൾ ഓണപ്പരിപാടിയാണ്. ഇനി ആരാ ചക്കര എന്ന് ചോദിക്കരുത് കേട്ടോ. വൈശാട്ടിൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ്. വൈശാട്ടിൻ്റെ വല്യച്ഛൻ്റെ വല്യമ്മേൻ്റെ, അതായത് വല്യമ്മ വല്യച്ഛനും കൂടി ചേർന്നാണല്ലോ ചേച്ചി ഉണ്ടായത്. ഓക്കെ, ചേച്ചീൻ്റെ മോളാണ് കേട്ടോ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാണെങ്കിൽ, വൈശാഖേട്ടൻ്റെ അച്ഛൻ്റെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് 2 പെൺകുട്ടികളാണ്. അതിൽ മൂത്ത ആളാണ് രജുല ചേച്ചി. രജുല ചേച്ചീൻ്റെ മൂത്ത പുത്രിയാണിത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും ഗൈസ്. ഈ വീഡിയോ കഴിയുന്നവരെ നിങ്ങളോട് ബന്ധം പറഞ്ഞിരിക്കില്ല, എനിക്ക് നേരെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെയല്ല, നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ ചക്കര പറയണ്ട, അയ്യോ എൻ്റെ ചേച്ചി എത്ര വേണ്ടാന്ന്. പക്ഷേ എൻ്റെ അടുത്തല്ലേ കിട്ടിയത്, എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും അല്ല പിന്നെ. പക്ഷേ കുട്ടിക്ക് അവസാനം നല്ല ഭംഗിയുണ്ടായിരുന്നു, നിങ്ങൾ നോക്കണം കേട്ടോ. ചക്കരയ്ക്ക് പിന്നെ ഓൾറെഡി നല്ല സൗന്ദര്യം ഉള്ളത് കൊണ്ട് നമുക്ക് അധികം ഒന്നും മുഖത്ത് രണ്ടി വന്നില്ല. ഈ സാധനം ഉണ്ടല്ലോ, എൻ്റെ കല്യാണം കഴിയുന്ന സമയത്ത് 5ാം ക്ലാസ്സിലേനു, ഇപ്പം +2-ലെത്തി. പക്ഷേ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? ഇപ്പം നമ്മൾ പഴക്കം ചെന്നൊരു സാധനമാണെന്ന് വിചാരിക്കൂലേ? നമ്മളെ പണ്ടത്തെ കൊല്ലം ഞാൻ കാണിച്ചു തരട്ടെ ഗൈസ്. ഇതാണ് നമ്മുടെ കുഞ്ഞി ചക്കര കേട്ടോ. ആക്ച്വലി ഞാനും വൈശാട്ടിനും ലൈനടിച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ ഗാലറിയിൽ ഈ ഫോട്ടോ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇത് ഞങ്ങളെ കല്യാണത്തിന് തലേന്ന് എടുത്ത ഫോട്ടോ, അതൊന്നും പെണ്ണ് പിന്നീന്ന് പിടിച്ച് വലിക്കുകയാണേ. അപ്പം ഇതൊക്കെ ഓരോ പോഷുകളാണ് ഗൈസ്. പിന്നെ ഇതാ കല്യാണത്തിൻ്റെ അന്ന് വൈശാട്ടിൻ്റെ ബാക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നു. ഈ വീഡിയോ ഇറങ്ങുന്നതോട് കൂടിയിട്ട് കുടുംബത്തിൽ തന്നെ തല്ല് കിട്ടി ചാവുന്നതാണ് എൻ്റെ കാര്യത്തിൽ തീരുമാനമായത്. കെട്ടിയോനായതുകൊണ്ട് എന്നെ തല്ലുന്നില്ല, പക്ഷേ ഇവളാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് തല്ലിയാലോ. ഇതാ വൈശാഖേട്ടനും തുമ്പമ്മയും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇതൊന്നും ഓരാരും അറിയുന്നില്ല. ഞങ്ങളിവിടെ മുടിഞ്ഞ മേക്കപ്പ് ആണാനോ. ഈ 20 കിഡ്സിൻ്റെ ഇടയിൽ 90 കിഡ്സിന് പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. ഇവളുടെ ഇടയിലൊക്കെ ഞാൻ പിടിച്ച് നിൽക്കുന്നില്ലേ? ഞാനൊക്കെ എന്താ പറയുമ്പോഴത്തേക്ക് അയ്യേ ചേച്ചി ഇതറിയൂല എന്ന് പറഞ്ഞിട്ട് ഓളൊരു വരുത്തുണ്ട് മക്കളെ. അന്നേരം ഓളെടുത്ത് പിടിച്ച് നിൽക്കുക, അവിടെ അതൊക്കെ എനിക്കറിയാം, ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഞാൻ അവളവിടെ ഇരുത്തും. ബൈ ദ വേ ഞാൻ അത് പറഞ്ഞില്ലല്ലോ, ആക്ച്വലി ഞാൻ അവളെ മാമിയാണ്. പക്ഷേ മാമി അമ്മായി അങ്ങനത്തെ വേർഡ്സ് ഒന്നും ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ഓളെ ഞാൻ പണ്ടൊട്ടേ ചേച്ചി എന്ന് വിളിപ്പിച്ചിനി. ഇപ്പോൾ ഹേസ് മാത്രമാണ് നമ്മളെ ഒരു ബാക്കിലേക്ക് തള്ളി വല്യമ്മ എന്നൊക്കെ ഒരു വിളിയിലേക്ക് ആവുന്നത്. കുട്ടി വലുതാമത്തേക്ക് വേറെ എന്തെങ്കിലും വിളിച്ചാൽ മതി, തെറി ഒഴികെ. ഇതിലേതോ ഒരു ക്ലിപ്പിൽ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം എൻ്റെ കുട്ടീൻ്റെ ഒരു ബീബൽസ ഭാവമുണ്ട്, നിങ്ങൾ നോട്ടീസ് ചെയ്യണം. ചക്കരേൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. കുട്ടീൻ്റെ പിറന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എൻ്റെ മുന്നിൽ ഇങ്ങനെ മുഖം വെച്ചിടാനോ ഒരു ധൈര്യം വേണം. ഞാൻ എല്ലായിടത്തും അങ്ങോട്ട് ആശുവേശി അങ്ങോട്ട് പൂശി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ചക്കരേനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓളെ മുടിയൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ ലൈവിൽ എപ്പോഴൊക്കെ വന്നപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ചക്കരേനെ കാണാൻ നല്ല രസമുണ്ട്, ക്രഷ് അടിച്ചു നിൽക്കുക. വേണ്ട വെറുതെ ഞാൻ ആരോട് അങ്ങനെയൊന്നും പറയില്ല. അല്ലുവിനോട് തുമ്പീനോട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ മമ്മി ദിസ് ഇസ് മൈ ഗേൾ ഫ്രണ്ട് ആൻഡ് മമ്മി ദിസ് ഇസ് മൈ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഐറ്റങ്ങൾ വരാൻ മതി. എന്തായാലും കല്യാണത്തിന് വിളിക്കണമെന്ന് മാത്രമേ ഞാൻ രണ്ടിനോടും പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങളിവിടെ മുടിഞ്ഞ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ കല്യാണി ചായയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ എല്ലാം മുമ്പളെ റൂമിലേനു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് സാരിയൊക്കെ കല്യാണി തലേന്നേ പ്ലീറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് പിന്നെ കുറച്ച് ഈസി ആയിരുന്നു. അങ്ങനെ ഇതാ പെണ്ണ് എന്തൊക്കെയോ കഥയടിച്ച് ഇങ്ങനെ വരും. അപ്പോഴാണ് ക്യാമറ ഓണായത് കണ്ടപ്പോൾ ആ വഴിക്ക് അങ്ങനെ ഓടുകയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കുകയാണ് സാരി ഉടുപ്പിക്കൽ. പിന്നെ ഇവളെ കാണുമ്പോൾ ഞങ്ങൾ പറയാണ് ഞങ്ങൾക്ക് അസൂയായിട്ട് വയ്യാന്ന്. കാരണം വയറൊന്നുമില്ലല്ലോ, ഒക്കെ സുഖല്ലേ, നമ്മളെ കഥ അതാണോ. അപ്പം ഞങ്ങളിങ്ങനെ നൊസ്റ്റു പറയും, പണ്ട് ഞങ്ങളിങ്ങനെ ആയിരുന്നു. ഞാൻ കല്യാണം അതന്നെ പറഞ്ഞു, പണ്ട് ഞങ്ങളിങ്ങനെ ആയിരുന്നു. സംഭവം സത്യമാണ് കേട്ടോ ഗൈസ്. കാരണം എൻ്റെ കല്യാണത്തിനോട് അടുപ്പിച്ചുള്ള ബ്ലൗസ്, എൻ്റെ കല്യാണ സാരീൻ്റെ ബ്ലൗസ് തന്നെ അശ്വിനിക്കൊക്കെ ഇപ്പോൾ ടൈറ്റാണേ. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ ഞാൻ എന്ത് മെലിഞ്ഞിട്ടായിരുന്നു. ഓ മൈ ഗോഡ്, എനിക്ക് സങ്കടമായിട്ട് വയ്യ അതൊക്കെ കാണുമ്പോൾ. നമ്മളെ അമ്മയൊക്കെ നമ്മളടുത്ത് പറയില്ലേ, നിങ്ങളെ കാലത്ത് അല്ലെ പണ്ട് കാലത്ത് ഞങ്ങൾ ഇങ്ങനെയെന്ന്, ആ ടൈപ്പിലേക്ക് അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഇറക്കുമ്പോൾ ഓ ഇതൊക്കെ എന്ത്, നിങ്ങളുടെ പ്രായത്തിൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കൂടെ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചക്കരയോട് കുറച്ച് ഇങ്ങനെ തള്ളുകയായിരുന്നു ഞങ്ങൾ. പണ്ട് ഞങ്ങൾ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. ഇത് പിന്നെ കുറച്ചൊക്കെ സൈസ് വേണടി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് തളർത്തും. അല്ലെങ്കിൽ പിന്നെ ഓള് ഞങ്ങളെ തലയിൽ കയറൂലേ. അങ്ങനെ കൈ കൊണ്ട് കുറച്ച് വറക്കും, നാക്കുകൊണ്ട് കുറേ വറക്കും എടുത്തുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. സാരി ഉടുപ്പിക്കുന്നതിൽ ഇതിനേക്കാളും ബെറ്റർ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അവളവിടെ കാര്യമായിട്ട് സാരി കൊടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളത് പിന്നെ നമ്മളുള്ളതുപോലെ പറയണല്ലോ ഏത്. പിന്നെ എനിക്ക് സാരി ഉടുക്കാനൊക്കെ അറിയാം, ഉടുപ്പിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാകുമ്പോൾ പിന്നെ ഓളെ കയ്യിലേക്ക് തന്നെ അങ്ങോട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ മേക്കപ്പ് ചെയ്ത് ഇനിയിപ്പം മുടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്, ക്രിമ്പ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഈ ഒരു സംഭവം ആയപ്പോൾ തന്നെ താഴേന്ന് കോള് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മേൻ്റെ അച്ഛൻ്റെ നോക്ക് ചക്കരയൊന്നും കഴിച്ചില്ല, വേഗം വാ പോവണം, 8:30 പോകണം, 9 മണിയാകുമ്പോഴത്തേക്ക് അടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു സമയത്ത് ഞങ്ങൾ ഇറങ്ങില്ല എന്നുള്ളത്. പിന്നുള്ള ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ സമയത്ത് ഇറങ്ങൂല, ഞങ്ങളെ വീട്ടിൽ പിന്നെ ആരും ഞങ്ങൾ സമയത്ത് ഇറങ്ങാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ ചക്കരേനെ ചുറ്റി എങ്ങനെയൊക്കെയോ സെറ്റാക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വെളിച്ചം ഞാനിവിടെ റിംഗ് ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും ബ്ലാ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ആയിട്ട് എൻ്റെ കെട്ടിയോൻ ആ ഉറക്കത്തിന് എണീറ്റുണ്ടോ? ആ ഒരു കാര്യത്തിൽ എൻ്റെ കെട്ടിയോനെ ഞാൻ അവാർഡ് കൊടുക്കലുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല സ്വഭാവം, എനിക്കിങ്ങനെ ഉറങ്ങുന്നൊന്നും ഇഷ്ടമല്ല. ഞാനും ഉറക്കല്ലാത്ത ജീവി, കൂടെ കിടക്കുന്നവർ ഉറങ്ങരുത് എന്നുള്ള ഒരു ടൈപ്പില്ലേ, ആ ടൈപ്പാണ് ഞാൻ. വൈശാഖേട്ടൻ പറയും നിനക്കോ ഉറക്കമില്ല, ഞാനെങ്കിലും ഉറങ്ങിക്കോട്ടെ എന്ന്. വൈശാഖേട്ടൻ കട്ട അമ്മ, ഇവർ ഉറക്കത്തിൽ എന്തോ PhD എടുത്ത ടീംസാണ്. എങ്ങനെയാണെങ്കിലും ഓരോ ഉറങ്ങേണ്ടത് ഓരോ ഉറങ്ങും കേട്ടോ.
അങ്ങനെ ഓളോളം ഓണപരിപാടീൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം ഓളിങ്ങനെ പറയുന്നത്, ദൈവമേ ഇന്ന് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ എല്ലാവരും എടുത്തിട്ട് അലക്കുമോ, അയ്യോ ഇതെന്താ എത്ര മേക്കപ്പൊക്കെ ചെയ്ത് വന്നു. പക്ഷെ അങ്ങനെ ഓവർ മേക്കപ്പൊന്നും ഇല്ലായിരുന്നു. ഇല്ലല്ലോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പക്ഷെ എന്നാലും ഓൾ ചെയ്യാതെ പോകുന്ന സാധനമല്ലേ, അപ്പോൾ ചെയ്യുമ്പോൾ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ പറയും ഇങ്ങനെ പറയും, എന്നാലും വേണ്ട എന്നെക്കാളും മേക്കപ്പ് ചെയ്ത് പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ ഓരോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ ഒരു കളിയാക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ഡയലോഗുകളൊക്കെ അടിക്കായിരുന്നു കേട്ടോ. ഓക്കെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ഹീൽസും കൂടെ എടുത്തിട്ടാണ് എൻ്റെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പറയും ചെയ്ത് എന്തിനാടി നീൻ്റെ കൂടെ ഹീൽസും എന്നൊക്കെ. പിന്നെ ഓളാഗ്രഹമല്ലേ നമ്മളങ്ങ് സെറ്റാക്കി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പിന്നൊക്കെ കുത്തി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. തിരിച്ച് പിന്നെ ഊരാൻ നേരത്തായിരിക്കും കഷ്ടപ്പെടുക എന്ന് മാത്രം. ക്യാമറ ഓൺ ആയത് കണ്ടപ്പോൾ പോയ അശ്വിനിയാണ്. പിന്നെ ഈ വഴിക്ക് ഓൾ വന്നില്ല കേട്ടോ. ഓൾ എവിടെ പോയി എന്നുള്ളതും അറിയില്ല. താഴെ എവിടെയോ പോയി കഥയടിച്ച് കുത്തിരിക്കുന്നുണ്ടാവും. ഹേസു എണീറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ സുഗമമായി ഓടിക്കൊണ്ടിരിക്കുന്നത്. തുമ്പമ്മയും താഴെ കിടന്ന് നല്ല ഉറക്കമാണ്. താഴെ മീൻസ് ഇവിടെ നിലത്ത് കേട്ടോ. വൈശാടിൻ്റെ കൂടെ കിടന്ന് നല്ല ഉറക്കമാണ്. സാധാരണ ഞങ്ങൾ ഇവിടെ അല്ലേ പ്ലീറ്റൊക്കെ ഈ സൈഡിലല്ലേ നമ്മൾ ഹിപ്പ് ഏരിയയിൽ ഇങ്ങനെ പ്ലീറ്റ് എടുത്തിട്ട് പിൻ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇത്തവണ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ഹാക്കാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ഉള്ളിൽ കൂടെയൊക്കെ വലിച്ചെടുത്തപ്പോൾ നല്ല വൃത്തിക്ക് സാരി നിന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അത് നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ ചെയ്ത്. നമ്മളിപ്പോൾ ഇതിങ്ങനെ പിൻ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അവിടെ എന്തോ ഒരു പൊന്തലൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഇത് അങ്ങനെയല്ലായിരുന്നു. കുറേ ഇങ്ങനെ വലിഞ്ഞ് നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഇത് ചെയ്ത് പിന്നെയാണ് ഞങ്ങൾ അത് ചെയ്തത്. ഇങ്ങനെ കളിക്കല്ലേ, ഇങ്ങനെ കളിച്ചിട്ട് എല്ലാവരും എന്നെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഞാൻ പശുവിനെ കാടിവെള്ളത്തിൽ പശുവിനെ മൂക്കുത്തി കുടിക്കും. ഒരു ഇത്തിരി നേരം കിട്ടിയ ഇവിടെ ഇതാ പരിപാടി. ഒരു ഇത്തിരി നേരം കിട്ടിയ സാരി ഉടുക്കുന്നതിന്റെ ഇടയിലും. അല്ലൂസിന്റെ സ്കൂള് കഴിഞ്ഞ് കുറച്ചപ്പുറത്തേക്ക്, ദയാപുരത്ത് കുറച്ച് നടന്നാൽ മതി. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം തരയോ, സ്വന്തമായിട്ടൊന്നും മുടി കെട്ടാൻ അറിയാത്ത എൻ്റെ മുമ്പിൽ എന്തും കണ്ടിട്ടാണ് ഇവളെ മുടിയും വെച്ച് നിന്നത് എന്നാണ് കേട്ടോ. കാരണം എനിക്കേ ഒരു ഹെയർ സ്റ്റൈലും അറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇന്നാലും എന്തെങ്കിലും അറിയില്ല എന്നുള്ളൊരു ഭാവം എൻ്റെ മുഖത്തുണ്ടോ? അഹംഭാവം അല്ലാണ്ട് ഞാൻ അങ്ങ് വെച്ച് കെട്ടിക്കൊടുത്തു ഗൈസ്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾ അഭിപ്രായം പറയൂ. അവസാനം നല്ലൊരു കുട്ടിയായിരുന്നു, ഇതിങ്ങനെ ആക്കിയല്ലോ എന്നൊന്നും ആരും പറയരുത് എൻ്റെ മുളയിലെന്നുള്ളത് പ്ലീസ്. ഇനി മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നൊരു ഭീഷണിയായിട്ട് ഞാൻ വരും എന്നുള്ളൊരു ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. ഞാൻ അങ്ങനെയൊന്നും ഇറങ്ങൂല. പക്ഷേ വീട്ടിലെൻ്റെ ഇട്ടാവട്ടത്തുള്ള 4 കുട്ടികളെങ്കിലും മേക്കപ്പ് ചെയ്ത് ഞാനൊന്ന് പുഷ്ടിപ്പെട്ടോട്ടെ. മുന്നിൽ തന്നെ ചെയ്ത് നോക്കണോ? ഇതങ്ങനെ അറിയില്ലടോ. ഈ എന്ത് ഷാമ്പൂ ഇട്ടെന്നാ പറഞ്ഞ്? പ്ലസ് ആണ് ഇടേണ്ടത്. പക്ഷെ ഇവിടെ തലയിൽ ഇപ്പോഴും എണ്ണമയുണ്ട്. എണ്ണ തേക്കലേ ഇല്ല. ചിലവർക്ക് നാച്ചുറൽ ഓയിൽ ഉണ്ടാവും ഹെയറിൽ ആണ്. സ്കൂളിലോട്ട് പോവാൻ എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഇടുമ്പോ തന്നെ ഇപ്പൊ എല്ലാരും എന്ത് പറയുക, നല്ലൊരു കുട്ടിയായി അതിനെക്കാരണ്ട് കമ്പിട്ടുണ്ട് കാക്കയെ പോലെ ആക്കിയല്ലോട്ട് ചേച്ചി എന്ന് പറയും. ഇത് കണ്ടിടണോടി? ഇത്രയൊന്നും വേണ്ട, താനേ വന്നോളൂ. ഇപ്പടണ്ട, കുറച്ച് ഈ ഫുൾ മുടി ഇങ്ങനെ വരും. അഥവാ അത് എനിക്ക് ഇഷ്ടമായില്ല അങ്ങ് വെച്ചിട്ടോ മൊത്തത്തില്. എന്നിട്ടിങ്ങനെ പാറിങ്ങനെ. ഇതെന്താ ചോദിക്ക എല്ലാരും ഇപ്പൊ എന്നോട്. ഇതൊക്കെ ഒന്നുമില്ല പറയണം. എപ്പോഴും ഒരുപോലെ പോവാൻ പറ്റുമോ? അത് ചേച്ചി വേറെ മൂച്ചിലാണ് ഉറങ്ങാത്തതിന്റെ. അയ്യോ തിരി 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 5-6 വട്ടം തിരി. അങ്ങോട്ട് തിരി ദേവേ തിരി ദേവേ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഏടൊക്കെയാ തിരികെ വെച്ചിരിക്കുന്നത്. നീ എന്നെ 5ാം ക്ലാസ് പഠിക്കുമ്പോ അയ്യോ ഒരുങ്ങാ തന്നെ ചെറിയ പരിപാടിയുള്ളത്. You are ready, my girl. You are ready. Now you get good. You get good to the rhythm of time. Yeah, ready. കഴിഞ്ഞു മോനെ, കേരളല്ല ഓള് നേരം വൈകി ഓൾറെഡി. ഈ നേരം നിൽക്കുന്നു. അത് പിന്നെ ഇവിടെ മനുഷ്യ ഒരു പണി എടുത്തോണ്ട് നിൽക്കുമ്പോ ഓളെ കളി.
തീ വെച്ചുള്ള കളി അത്. അതെ സുട്ട് സാമ്പലാവും. ഈശ്വര, ഈ പെണ്ണിന് എന്താ, നിനക്ക് എന്താടാ? സുട്ട് സാമ്പലാക്കും എല്ലാരും. ചേച്ചി കോട മടക്കാറിയോ? ഞാൻ ഒരു കോട ഉണ്ടല്ലോ, ഇതൊക്കെ പഠിപ്പിക്കുന്നതാണോടാ? പറ എവിടെ കൂടാ? മുറ്റത്ത് ഒരു കോട നൂർത്തി വെച്ചിട്ടുണ്ട്, അന്ന് മടക്കി. ഉണ്ടല്ലോ പെണ്ണിന്, അങ്ങനെ വലിച്ചിട്ട്. കല്ലും ലിപ്സ്റ്റിക്കിൻ്റെ തുളച്ചാൽ കേട്ടോ. ഇച്ചിരി ഞാൻ എൻ്റെ ഇടങ്ങളായി കാണുന്നു. ചുണ്ടിങ്ങനെ ആക്കിക്കളാം. പാവേ ടാസ്ക് വിളിയിടാ, ടാസ്ക് ഏട്ടാ മറ്റേ ഈ ദാസപ്പൻകുട്ടി. ആ ദാസപ്പൻകുട്ടിക്ക് ബോധമുണ്ട്. അജയ് അത് ഇന്ന് അൺഎക്സ്പെക്ടഡ്. എന്തടാ വാടാ എത്ര കാലം മുഖം മറച്ചാലേ അങ്ങനെ കാണിക്കങ്ങട്. അയ്യോ ഒരിക്കലും ഒരു ലോങ് വീഡിയോ ആവേണ്ട വീഡിയോ ആയിരുന്നില്ല ഇത്. ഇതൊരു ഷോർട്സിൽ ഒതുങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോ അശ്വിനി തൂക്കി. അശ്വിനി ആറാടുകയാണ് ഗൈസ്. അതുകൊണ്ട് മാത്രമാണ് ഇതൊരു ലോങ് വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബേബി, സീ യു, ബൈ.